ക്ഷീണിച്ച് കിണർ കാണുന്നുണ്ടല്ലോ വെള്ളം കുടിക്കലേശം. കിണറ്റിന്ന് വെള്ളം കുടിക്കല്ലേ? അതെന്താ നല്ല വെള്ളല്ലേ? കുടിക്കാൻ പറ്റാത്ത വെള്ള? വെള്ളമൊക്കെ നല്ല തന്നെ, പക്ഷെ കിണറ്റിന്ന് അങ്ങനെ വെള്ളം കോരി കുടിക്കാൻ പറ്റില്ല. വെള്ളം നല്ലതാ നിങ്ങൾക്ക് കുടിക്കുന്നതിനെന്താ? നിങ്ങളെ കിണറ്റിന്ന് വെള്ളം കോരി കുടിക്കുന്നതിനാ? വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ചേച്ചി ഒന്നിങ്ങി വന്നേ. കുടിവെള്ളത്തിന്റെ pH എത്രയാണെന്ന് അറിയാമോ? കുടിവെള്ളത്തിന്റെ pH കുടിവെള്ളത്തിന്റെ ശരിയായ pH എന്ന് പറയുന്നത് 7 ആണ്. കണ്ടോ, ഇപ്പൊ ഈ വെള്ളത്തിന്റെ pH എന്ന് പറയുന്നത് 5.75 ആണ്. ശരിയായ കുടിവെള്ളത്തിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. അയ്യോ, അപ്പൊ നമ്മൾ ഈ കുടിക്കുന്ന വെള്ളമല്ല സാധാ കുടിവെള്ളല്ലേ? എല്ലാ കിണറ്റിലും വെള്ളം ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാകുക? അപ്പൊ ഈ 7 ആവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 ആയ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക രോഗത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റും. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ 7 pH അല്ലാത്ത വെള്ളം, അതായത് ഇവിടെ 5.75 ആയിട്ടല്ല കിട്ടിയത്, ആ വെള്ളം നമ്മൾ pH കുറവായ വെള്ളം കുടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ദോഷങ്ങളുണ്ട്. ജലജന്യ രോഗങ്ങൾ ഇപ്പം പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. കോളറ, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ. ഈ pH കുറഞ്ഞ വെള്ളത്തിലാണ് ഈ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ദോഷമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. ഇതുപോലെ തന്നെ കോളിഫോം, ഇക്കോളി, ഈ ബാക്ടീരിയ ഒക്കെ പെറ്റുപെരുകും. അപ്പൊ നമ്മൾ ഇത് കുടിക്കുക വഴി എന്താണ്, നമുക്കും ഈ രോഗങ്ങൾ വരും എന്തായാലും. അപ്പൊ നമ്മൾ അടിക്കടിക്കേ നമ്മൾ എപ്പോഴും ഡോക്ടറെ അടുത്ത് പോകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു. പക്ഷെ അതിന്റെ ഒക്കെ നമ്മുടെ ഒരു കാരണം എന്ന് പറയുന്നത് ശരിക്കും കുടിക്കുന്ന വെള്ളം കറക്റ്റ് അല്ലാതുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാവരും നോക്കിയാൽ കാണാം, എല്ലാവർക്കും കഷണ്ടിയാണ് അല്ലെ? ഒട്ടുമിക്ക ആൾക്കാരും കാണാൻ കഷണ്ടിയാണ്. പക്ഷെ അതെന്താ കാരണം? നമ്മൾ ഈ തല കഴുകുന്ന വെള്ളം കറക്റ്റ് അല്ലാതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു pH ഒന്നും കറക്റ്റ് അല്ലാതെ വെള്ളത്തോണ്ട് നമ്മൾ തല കഴുകി കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകും, മുടി ചകിരി പോലെ ആകും. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ വീട്ടമ്മമാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ ബാത്റൂമിലൊക്കെ കറ പിടിച്ചിട്ട് എത്ര ഉരച്ചു കഴിഞ്ഞാലും പോലും മഞ്ഞ കളർ പൈപ്പൊക്കെ ചളിയൊക്കെ വന്നിട്ട് അടഞ്ഞിട്ടൊക്കെ. അതിനൊക്കെ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന അക്വാ pH ബൂസ്റ്റർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിൽ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇതൊരു പാറയിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മളിപ്പോൾ വീട്ടിൽ ഫിൽറ്ററൊക്കെ വെക്കാറില്ല, ഒരുപാട് കല്ലുകളൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ ഫിൽറ്ററൊക്കെ വെക്കാറ്. പക്ഷേ ഫിൽറ്റർ വെക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒത്തിരി എക്സ്പെൻസ് ആവും. സാധാരണക്കാർക്കൊന്നും താങ്ങാൻ പറ്റില്ല. ഒരു 20,000 മുകളിലൊക്കെ എക്സ്പെൻസ് ആവും. പക്ഷേ ഫിൽറ്റർ വെച്ചാൽ പോലും നമ്മുടെ വെള്ളത്തിന്റെ pH കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. ഈ അക്വാ pH ശരിക്കും പറയുന്നത് ഇവരെല്ലാ വിധത്തിലുള്ള ടെസ്റ്റ് നടത്തിയതാണ്. ഇവരിപ്പോൾ തന്നെ ഇത് കുടിച്ച് കാണിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളടക്കം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് കലക്കിയ വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം. എല്ലാ ലാബിലും എവിടെ വേണമെങ്കിലും ആർക്കും ചെയ്യാന്ന് ഇവർ പറയുന്നത്. ഫുൾ ഗ്യാരണ്ടി. ഇതിന് യാതൊരുവിധ കെമിക്കൽസും അടങ്ങിയിട്ടില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത് അല്ലേ? അതെ, ശരിക്കും വലിയൊരു കിണറൊക്കെ ആണെങ്കിൽ, ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ pH ഒക്കെ നന്ന കുറവാണെങ്കിൽ നമുക്ക് ഒരു മിനിമം ഒരു 10 കിലോ നമ്മൾ ആ ഒരു കിണറ്റിലേക്ക് കൊടുക്കണം. എന്താ വെച്ചാൽ pH നന്ന കുറവാണെങ്കിൽ നമുക്ക് കണ്ടിട്ട് കൂട്ടിയിട്ട് കൊടുക്കണം. അപ്പൊ ഒരു 5 കിലോ എന്നുള്ള ബാഗ് നമ്മൾ എടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കിണറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് കിഴി കെട്ടിയിട്ട് നമ്മൾ ഇതുപോലെ കിണറ്റിലേക്ക് താത്തു കൊടുക്കുക. കിണർ വെള്ളം ശുദ്ധീകരിക്കുന്നത് മാത്രമല്ല, നമുക്ക് സ്വയം തൊഴിലായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ഒരുപാട് വീട്ടമ്മമാരല്ലേ, വീട്ടിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, എന്തെങ്കിലും തുടങ്ങണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് ഇത് ഒരു നല്ലൊരു അവസരമാണ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. വാർഡ് തലത്തിലാണ് നമുക്ക് സംരംഭം തുടങ്ങാൻ പറ്റുക. ഒരു വാർഡിൽ ഒരു വനിതാ സംരംഭകരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾക്കും വീട്ടിലിരുന്ന് വരുമാനം സ്വന്തമാക്കാവുന്നതാണ്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി.